ഹായ് ഫ്രണ്ട്സ്, ജെസ്സിയമ്മ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്, കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് നടന്ന ഒരു സംഭവ കഥ എന്നോട് പറഞ്ഞിട്ട് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമോ എന്ന് ചോദിച്ചു. എനിക്ക് അപ്പോഴൊന്നും എനിക്കൊരു വ്യക്തമായ അതിൻ്റെ എന്തൊക്കെയാണ് പറയേണ്ടത് എന്നുള്ളൊരു ധാരണ ഇല്ലായിരുന്നു. പിന്നെ വീഡിയോ ചെയ്യാനൊരു ടൈമും കിട്ടിയില്ല. അപ്പോൾ ടൈം കിട്ടിയപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുക. എന്താണ് ആ സംഭവ കഥയെന്ന് ഞാൻ നിങ്ങളോട് പറയാം. കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ എവിടെയോ ഒരു കുടുംബം, ആ വീട്ടിൽ ഭാര്യ, ഭർത്താവ്, 2 കുഞ്ഞുങ്ങൾ, ഭർത്താവിൻ്റെ അനിയൻ, അമ്മ, ഇത്ര പേരുമാണ് താമസിച്ചു വന്നത്. അപ്പോൾ ഈ ഭർത്താവ് എന്ന് പറയുന്നത് നല്ലപോലെ കുടുംബകാര്യങ്ങളൊക്കെ നോക്കുന്നൊരു വ്യക്തിയാണ്. വളരെ ഹാപ്പി ആയിട്ട് അവർ 2 മക്കളെയും അനിയൻ്റെയും അമ്മയുടെയും കൂടെ ഭാര്യയും ഒപ്പം സന്തോഷമായിട്ട് കഴിഞ്ഞു വരികയായിരുന്നു. അപ്പോൾ ഈ അനിയനെന്ന് പറയുന്നത് അല്പം വെള്ളമൊക്കെ അകത്താക്കുന്ന ആളായിരുന്നു. അപ്പോൾ പുള്ളി ഏതൊക്കെയോ ജോലിക്ക് പോയിട്ട് വീട്ടിൽ വരും, ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങും. അപ്പോൾ പതിവ് പോലെ അന്നും ഈ പുള്ളി ജോലിക്ക് പോയിട്ട് വീട്ടിൽ വന്നു. അപ്പോഴത്തേക്ക് ഈ പുള്ളി ജോലിക്ക് പോയിട്ട് വീട്ടിൽ വന്ന് കയറുന്നത് ഈ ഭാര്യയും ഈ അമ്മായിയമ്മയും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളിയുടെ ഭാര്യയല്ല, ചേട്ടൻ്റെ ഭാര്യ. അപ്പോൾ അവർ വിചാരിച്ചിരുന്നത് സ്വാഭാവികമായിട്ട് ഈ പുള്ളി എപ്പോഴും ജോലിക്ക് പോയിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങും, അതുപോലെ ഉറങ്ങാൻ പോയതാണെന്ന് വിചാരിച്ചു. പക്ഷെ കുറേ സമയത്തും ഒരനക്കം ഇല്ലാതിരുന്നത് കാരണം ഈ കുഞ്ഞുങ്ങളുടെ അമ്മ വീടിനകത്തോട്ട് ഇങ്ങനെ കയറി വരാൻ തുടങ്ങുമ്പോൾ തന്നെ ജനലുണ്ട്. അപ്പോൾ ജനലിൽ കൂടി അവരിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഈ അനിയൻ അവിടെ എന്താ ചെയ്യുന്നതെന്നറിയോ? ഈ 2 കുഞ്ഞു മക്കളെയും ഈ ഭർത്താവിന് ഏതോ വെട്ടുകത്തിയോ എന്തോ ഉപകരണമാണ് വെട്ടി 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 അവരെ നുറുക്കിക്കൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ ആ ഒരു സ്ത്രീയുടെ ആ ഒരു അവസ്ഥ ആ സമയത്ത് എന്തായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒന്ന് നിലവിളിക്കാൻ പോലും പറ്റാതെ അവരുടെ ഭർത്താവിനെയും മക്കളെയും വെട്ടി നോക്കുന്നത് ലൈവായിട്ട് അവർ കാണുക. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ, അവർക്ക് ശബ്ദം പുറത്ത് വരുന്നില്ല, ഒരാകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിൽ. പിന്നെ അവർ സംസാരിച്ചു തുടങ്ങുമ്പോൾ അവർ ഹോസ്പിറ്റലിലാണ്. അവരെ ഹോസ്പിറ്റലിൽ നിന്ന് പോസ്റ്റ്മോർട്ടമൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ അപ്പനെയും വീട്ടിൽ കൊണ്ടുവന്നു. അവരെ പിന്നെ കാണാനായിട്ട് ഇവരെ കൊണ്ടുവന്നു. പക്ഷേ ഇവർ അത് കണ്ടിട്ട് ഇവർക്ക് ഒന്നും ശബ്ദിക്കാൻ പറ്റാതെ അവരുടെ മാനസിക നില പിന്നെ തകരാറിൽ ആകുന്നതിന് തൊട്ടുമുമ്പുള്ളൊരവസ്ഥയുണ്ട്. അത്രയ്ക്ക് അങ്ങോട്ട് പോകാതെ ആ ഒരു ലെവലിൽ അവർ നിൽക്കുകയായിരുന്നു. വീണ്ടും ഈ ജഡമൊക്കെ അടക്കമൊക്കെ കഴിഞ്ഞ് അവരെ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി. അപ്പോൾ സത്യം പറഞ്ഞാൽ ക്ഷമയുടെ മൂർത്തിഭാവമായ ഒരു പാവ സ്ത്രീയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലൊക്കെ വന്നിട്ടും അവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, അവർക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. ചിലപ്പോൾ എന്തിന് പ്രാർത്ഥിക്കുന്നതെന്ന് പോലും അവർക്ക് തോന്നിക്കാണും. കാരണം അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ ഭർത്താവിനെയും 2 കുഞ്ഞുങ്ങളെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർ ആ വീട്ടിൽ ഒറ്റപ്പെട്ട അവസ്ഥയിൽ എന്ത് ചെയ്യണം, ഏത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിലായിരിക്കും. അപ്പോഴത്തേക്കും കേസൊക്കെ മുമ്പോട്ട് കൊണ്ടുപോയി ഈ ഭർത്താവിൻ്റെ അനിയനെ പോലീസ് പിടിച്ച് കൊണ്ടുപോയി ക്വസ്റ്റ്യനൊക്കെ ചെയ്തു അവനെ ജയിലിലടച്ചു. ജയിലിലടച്ചപ്പോൾ ഇവരും പിന്നെ ഈ അമ്മായിയമ്മയും മാത്രമാണല്ലോ വീട്ടിലുള്ളത്. അപ്പോൾ ജയിലിലടച്ച് കുറേ നാൾ കഴിഞ്ഞപ്പം ഇവൻ എന്തായിരിക്കും, ഇവൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നറിയാൻ അവർക്കൊരു എന്തെങ്കിലും രൂപാന്തരം വന്നിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിച്ചു പോലേ അവനവിടെ ചെന്ന് കിടക്കുമ്പോഴെങ്കിലും അവനൊരു മാനസാന്തരം വന്ന് കാണുമോ എന്ന് ചിന്തിക്കില്ലേ? അതുപോലെ അവരും ചിന്തിച്ചു. അവർ ചിന്തിച്ചിട്ട് അവരെന്ത് ചെയ്തു? അവരുടെ ഒരു കൂട്ടുകാരിയോട് പറഞ്ഞു, എനിക്ക് അവനെ ഒന്ന് കാണാൻ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ കൂട്ടുകാരിയൊക്കെ വഴക്ക് പറഞ്ഞു കാണും, നിനക്ക് വേറെ ജോലിയില്ലേ, നിൻ്റെ ഭർത്താവിനെയും മക്കളെയും കൊന്നവനെ കാണാൻ നിനക്ക് പോകണം എന്ന് ചോദിച്ചു കാണുമല്ലോ. അപ്പം പലരും ഇതിനെ എതിർത്തു. പക്ഷേ എങ്കിലും അവരുടെ ആഗ്രഹം ഇവനെ ചെന്നൊന്ന് കാണണമെന്ന് തന്നെയായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് അവർ പള്ളിയിൽ പോവുകയും
കുറച്ചൊക്കെ ഒന്ന് റിക്കവറായി വന്നു. പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും പള്ളിയിൽ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറയും. അച്ഛൻ അവരെ ആശ്വസിപ്പിക്കുകയും അവരെ റിക്കവറാകാൻ തക്ക വിധത്തിൽ അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരികയും ചെയ്തുകൊണ്ട് മാത്രം അവരൊന്ന് റിക്കവറായി. ആ സമയത്താണ് അവർക്കിങ്ങനെ തോന്നിയത് ഈ അനിയും കൊച്ചനെ ഒന്ന് കാണണമെന്ന്. അങ്ങനെ അവർ ഒരു ദിവസം ജയിലിൽ പോയി. അപ്പോൾ അതുവരേക്കും ഈ അനിയനെ കാണാൻ വേണ്ടിയിട്ട് ആ ജയിലിലോ പരിസരത്തോ ഒരു കുഞ്ഞുങ്ങളും ചെന്നിട്ടില്ല. അപ്പോൾ ഒരു മേലധികാരിയോട് പെർമിഷൻ മേടിച്ച്, ഞാൻ ഇന്ന ആളാണ്, എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ് അവനെ കാണാനൊന്നും ഇവിടെ ആരും വന്നിട്ടൊന്നുമില്ല, നിങ്ങൾ വന്നത് അതിശയമായിരിക്കണം എന്ന് പറഞ്ഞ് നേരെ അവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയപ്പോൾ ഇവരെ കണ്ടപ്പോൾ മിണ്ടുന്നൊന്നുമില്ല. അവൻ മുഖം തിരിച്ചൊക്കെ ഇരുന്നു. അപ്പോൾ അവർ ചെന്ന് സ്നേഹത്തോടെ വിളിച്ചു, നീ ചെയ്തതിൻ്റെ ഗൗരവം നീ ഓർക്കുന്നോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൻ ഒന്നും മിണ്ടുന്നില്ല. അന്നത്തെ ദിവസം അവർ പിന്നെ ഇവനൊന്നും മിണ്ടാഞ്ഞിട്ട് അവർ തിരികെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ ഒരു ദിവസം കൂടെ അവനെ കാണാൻ പോകണമെന്ന് അവർക്ക് ആഗ്രഹം തോന്നി അവരിയ്ക്കുമ്പോൾ ജയിലിൽ നിന്ന് വീട്ടിലേക്കൊരു ഫോൺ കോൾ വരുന്നു, ഇവന് സുഖമില്ല. അതും കൂടെ കേട്ടപ്പോൾ അവർ വെപ്രാളം പിടിച്ചിട്ട് ഇവൻ എന്തായിരിക്കും വയ്യാഴിക എന്നുള്ള ഒരു വെപ്രാളം കൊണ്ട് അവർ നേരെ ജയിലിലേക്ക് യാത്ര തിരിച്ചു. അവിടെ ചെന്ന് ഈ അനിയനെ കണ്ടപ്പോൾ ഇവർക്ക് ഭയങ്കര വിഷമമായി. അവന് എന്തൊക്കെയോ രോഗങ്ങൾ അവനെ പിടികൂടിയിട്ട് അവനൊന്ന് സംസാരിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ അവൻ വളരെ അവശ നിലയിൽ. അപ്പോൾ അവർ ചെന്ന് സ്നേഹത്തോടെ സംസാരിച്ചു, എടാ നീ ഇങ്ങനെയൊന്നും ആയ പോരാ, നമ്മൾ പള്ളിയിലൊക്കെ പോകുന്നവരല്ലേ, നീ ദൈവത്തെ അറിഞ്ഞിരുന്നവനല്ലേ, നീ അതെല്ലാം കളഞ്ഞിട്ട് നീ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി, എങ്കിലും ഞാൻ നിന്നോട് ക്ഷമിക്കാം, നീ നല്ല രീതിക്ക് നീ ജീവിക്കണം, നിനക്ക് നല്ലൊരു ജീവിതമുണ്ട്, നീ പള്ളിയിലൊക്കെ പോകണം, നീ പ്രാർത്ഥിക്കണം, നീ ഇങ്ങനെ ജയിലിൽ കഴിയേണ്ടവനല്ല, നീ കുറ്റം ചെയ്തു അതെനിക്ക് അറിയാണ്ടല്ല, എങ്കിലും നിന്നെ ഞാൻ ഉപദേശിക്കേണ്ട വഴിയിൽ ഉപദേശിച്ച് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നു, ഞാൻ പറയും പോലെയൊക്കെ നീ കേൾക്കണം, നീ നല്ലൊരു വ്യക്തിയാകണം എന്നൊക്കെ അവർ ഉപദേശിച്ചു. അപ്പോഴത്തേക്കും അവൻ്റെ മനസ്സിൽ അതൊക്കെ കുറച്ചൊന്ന് കയറിയിട്ട് നമ്മളാരെങ്കിലും ആണെങ്കിൽ ചെയ്യുമോ? വീട്ടിലുള്ള എല്ലാവരെയും കൊന്ന ഒരുത്തനെ പിന്നെ അവനെ തൂക്കിക്കൊല്ലണമെന്ന് പറയും, അവനെ ജയിലിലടയ്ക്കണമെന്ന് പറയും, പല കാര്യങ്ങളും. അവരെ മക്കളെയും ഭർത്താവിനെയും കൊന്ന ആളെ ചെന്ന് അവർ ഉപദേശിക്കുകയാണ്, നീ നല്ലൊരു വ്യക്തിയാവണം, നീ ഇങ്ങനെയൊന്നും കഴിഞ്ഞാൽ പോരാ, ഈ ജയിലിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ എന്തൊക്കെയോ അവർ പറഞ്ഞു കാണണം. ഇതൊക്കെ അവൻ്റെ മനസ്സിൽ എവിടെയോ ചെറുതായിട്ട് കൊളുത്തി. അന്നത്തെ ദിവസം അവർ വീട്ടിൽ പോന്നു. പിന്നെ അവർ ഇത്രയും പറഞ്ഞിട്ടും പിന്നെ അവന് ജാമ്യം കിട്ടാതെ എന്തോ അവൻ പിന്നെ ജയിലിൽ നിന്ന് ഇറങ്ങിയില്ല. പിന്നെ അവരങ്ങോട്ട് പോയതുമില്ല. പിന്നെ അവരറിഞ്ഞത് അവൻ മരിച്ചു എന്നാണ്. അപ്പോൾ ആലോചിച്ച് നോക്കണം, ഇവിടെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ക്ഷമിക്കാൻ കഴിയാത്ത ആളുകളാണ് ഭൂരിഭാഗവും. സ്വന്തം വീട്ടുകാരെ ഭർത്താവിനെയും മക്കളെയും കൊന്ന ഒരാളോട് ചെന്ന് സംസാരിക്കുക, മുഖത്ത് നോക്കുന്നത് പോലും ആളുകൾ ഇഷ്ടപ്പെടാത്ത പിന്നെ ഒരു അത്രയും വെറുക്കപ്പെട്ട ഒരു മുഖമാണ് അയാളുടേത്. എന്നിട്ട് പോലും അവർ ചെന്ന് അത്രയും കണ്ടവനെ നേർവഴിക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിൽ ആ സ്ത്രീയുടെ മനസ്സ് എത്ര നല്ലതായിരിക്കും. പകയെന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലുണ്ടായിരുന്നില്ല. വാശി, വിദ്വേഷം, വൈരാഗ്യം, വെറുപ്പൊന്നും അവരുടെ ഉള്ളിലുണ്ടായിരുന്നില്ല. അവൻ എങ്ങനെയെങ്കിലും നല്ലൊരു വ്യക്തിയാകണമെന്നുള്ള ഒരു ചിന്ത മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ശരിക്കും ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിട്ട് പോലും ഇത്രയും നല്ല ഒരു മനസ്സ് അവർക്ക് കാണിക്കാമെങ്കിൽ സത്യം പറഞ്ഞാൽ ആ സ്ത്രീ എത്ര നല്ല ശുദ്ധ ഹൃദയമുള്ളൊരു വ്യക്തിയായിരിക്കുമെന്ന് ഞാനെപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്. അവർക്കേ കഴിയൂ, അവർക്ക് മാത്രമേ അതിന് കഴിയുള്ളൂ. വേറൊരു വ്യക്തികളും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ മുന്നോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ അവർ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് അമ്മായിയമ്മയൊക്കെ നോക്കി അവർ നന്നായിട്ട് ജീവിക്കുന്നുണ്ടെന്നാണ് എന്നോട് പറഞ്ഞ വ്യക്തി പറഞ്ഞത്. അപ്പോൾ ക്ഷമിക്കുക, നമ്മളെ ദ്രോഹിച്ചവരോടും നമ്മളെ മോശം പറയുന്നവരോടും നമ്മളെ വെറുക്കുന്നവരോടും. നമുക്ക് ചിലപ്പം നമ്മളെ ദ്രോഹിച്ചവർ നമ്മളെ ദ്രോഹിച്ച ആ അവസരങ്ങൾ ഓർക്കുമ്പോൾ നമുക്ക് പലരോടും ക്ഷമിക്കാൻ കഴിയില്ല.
പക്ഷേ ഞാൻ ഇത് എൻ്റെ മനസ്സിൽ വന്നതോടെ ഞാൻ വിചാരിച്ചു, നമ്മളൊക്കെ എന്തിനു വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കണം? നമുക്ക് സംസാരിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ സംസാരിക്കണ്ട. പക്ഷെ അതൊരു വൈരാഗ്യമായിട്ട് വെച്ചുകൊണ്ടിരിക്കാതെ ക്ഷമിക്കാൻ കഴിയുക എന്ന് പറയുന്നതിനപ്പുറം ഒരു നല്ല മനസ്സൊരു വ്യക്തിക്ക് വേറെ ഇല്ല. കാരണം നമ്മളെ അങ്ങ് അത്രത്തോളം ദ്രോഹിക്കുന്നവരോട് നമ്മൾ ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ അതിന് സത്യം പറഞ്ഞാൽ അതിനൊരു ദൈവത്തിൻ്റെ അനുഗ്രഹവും കൂടെ വേണം. എങ്കിൽ മാത്രമേ മറ്റൊരു വ്യക്തിയോട് നമുക്കങ്ങനെ ക്ഷമിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് മനസ്സിൽ ഞാൻ ചിന്തിച്ച് ഞാൻ ഒരുപാട് ആലോചിച്ച് ഈ വീഡിയോ ചെയ്യണോ വേണ്ടയോ. കാരണം ക്ഷമയാണ് ഇവിടെ മെയിനായിട്ട് നിൽക്കുന്നത്. അപ്പം എങ്ങനെയാണ് എന്നൊക്കെ ഞാൻ ചിന്തിച്ച് കുറേ ആലോചിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ക്ഷമയുടെ മൂർത്തിഭാവമായ എല്ലാവർക്കും മാതൃകയുള്ള ഒരു നല്ല വ്യക്തിത്വത്തിനുടമയായ അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ക്ഷമിക്കുക. എൻ്റെ വീഡിയോ കാണുന്നവരും എൻ്റെ വാക്കുകൾ കേൾക്കുന്നവരും പറ്റുന്നിടത്തോളം നിങ്ങൾ പറയുന്നവരോടും നിങ്ങളെ ദ്രോഹിച്ചവരോടും നിങ്ങൾ ക്ഷമിക്കുക. നമ്മൾ ക്ഷമിക്കുമ്പോൾ ദൈവാനുഗ്രഹം നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ സംഭവ കഥ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഇതുവരേക്കും ടാറ്റാ ബൈ.